സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നു മുതൽ വീണ്ടും തിരക്ക് കൂടും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ശ്യാം നമ്മളൊപ്പം ചേരുന്നുണ്ട്. ശ്യാമ, അവസാനം പറഞ്ഞ അയ്യപ്പൻ പറഞ്ഞ പോലെ ഇതിനു മുമ്പും നമ്മൾ സന്നിധാനത്തെ തിരക്കുകൾ കണ്ടിട്ടുണ്ട്. 8-10 മണിക്കൂർ നിന്നായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ശബരിമലയിൽ എന്ന് പറഞ്ഞു. തിരക്കും അനിയന്ത്രിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 500 പോലീസുകാരെ എങ്ങാണ്ട് അധികമായി തരാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് നിലവിലെ തിരക്കിൻ്റെ ഒരു സ്ഥിതി? ഈ ക്രമീകരണങ്ങളൊക്കെ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. രാകൃഷ്ണൻ, രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ കനത്ത തിരക്ക് ഇപ്പോഴില്ല. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്ന ശേഷം വൈകിട്ട് ഇപ്പോൾ ഈ 6:30 വരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം 75,000 ഭക്തർ നിലവിൽ 18ാം പടി ചവിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധിയായ ഭക്തർ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഇവിടെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ആലുവ. എങ്ങനെ എത്ര മണിക്കൂർ ക്യൂ നിൽക്കുന്നു? ഞങ്ങൾ ഒരു 12 മണിക്കൂറോളം നിന്ന് ഇന്നലെ വന്ന് ഇന്ന് രാവിലെ എത്തിയ പമ്പേർന്ന് എത്ര മണിക്ക്? 6 മണിയായി ഇപ്പൊ പുറപ്പെട്ടു. ഇന്നലെ വന്നു ഞങ്ങൾ. ഇന്നലെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തു. വളരെ ബുദ്ധിമുട്ടാണ്. സ്വാമി ശരണം. എന്തായാലും മണിക്കൂറുകളധികം ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് തന്നെയാണ് ഭക്തരും പറയുന്നത്. എന്തായാലും ഈ പോലീസിനെ കൂടുതലായി ഇങ്ങോട്ടേക്ക് വിന്യസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 500 പോലീസുകാരെ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കും. 10 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 10 യൂണിറ്റുകളായി തിരിച്ചാണ് ഇവരെ ഡ്യൂട്ടിക്ക് വിന്യസിക്കുക. ഇനി മണ്ഡല മഹോത്സവമാണ്. 27-നാണ് നട അടക്കുക. അതുവരെ വലിയ തിരക്ക് തന്നെയായിരിക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏകദേശം ജനുവരി 11 വരെ 90,000-നടുത്ത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ 10,000-ഓളം ഈ സ്പോട്ട് ബുക്കിങ്ങും കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകരും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പ്രതിദിനം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി 96-ന് മുകളിലാണ് ദർശനത്തിനെത്തിയവർ. അത് 1 ലക്ഷത്തിന് അടുത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നിലവിലെ കണക്കൂട്ടൽ. അങ്ങനെയെങ്കിൽ ഈ ക്രമീകരണങ്ങളൊന്നും തന്നെ പോരാതെ വരും. ഇപ്പോൾ നിലവിലും ഈ ശബരിപീഠം വരെ ഇപ്പോഴും ക്യൂ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് സന്നിധാനം മുതൽ ശബരിപീഠം വരെ ക്യൂ ഉണ്ട്. മണിക്കൂറിൽ ഏകദേശം 4,000 പേരെ ഇങ്ങോട്ടേക്ക് 18ാം പടി വഴി കയറ്റിവിടുന്നുണ്ട്. അതായത് മിനിറ്റിൽ 60 മുതൽ 70 പേരെ വരെ കയറ്റിവിടാനുള്ള ശ്രമമാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഫ്ലൈ ഓവറൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. 6:30 ദീപാരാധന കഴിഞ്ഞുള്ള സമയമാണ്. ഇനി പുഷ്പാഭിഷേകമുണ്ട്. അതിനുശേഷം 9:50 അത്താഴ പൂജ. തുടർന്ന് 11 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടക്കും. അതിനുശേഷവും ഈ 18ാം പടി കയറുവാനുള്ള ഒരവസരം തീർത്ഥാടകർക്കുണ്ട്. കാരണം വലിയ തോതിൽ തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവർ 18ാം പടി കയറി ഇവർ സന്നിധാനത്ത് തന്നെ തങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തുടർന്ന് ഇവർ പുലർച്ചെ ഈ സിവിൽ ദർശനം നടത്തി തിരികെ പോകുന്നതും വലിയ പ്രയാസത്തിനിടയാക്കുന്നുണ്ട്. കാരണം കൂടുതൽ പേർ രാവിലെയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇന്നലെ വന്നവരും അങ്ങനെ ഇവിടെ സന്നിധാനത്ത് രാവിലെ ഒരു വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അതാണ്. അങ്ങനെ പോകുമ്പോൾ തന്നെ ഈ പറയുന്ന അപ്പാച്ചിമേട് വരെയൊക്കെ ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്ന തിരക്ക്. അവിടെയെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന വസ്തുത അവർ ഇന്ന് പങ്കുവെക്കുകയുമുണ്ട്. വെള്ളം, അതോടൊപ്പം തന്നെ മറ്റ് ലഘുഭക്ഷണങ്ങളൊക്കെ ഈ ഇടങ്ങളിൽ കൂടി എത്തിക്കണമെന്നാണ് അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്യൂ കോംപ്ലക്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യൂ കോംപ്ലക്സുകൾ വഴി ഈ ഭക്തരെ ഈ ക്യൂവിൽ പിടിച്ചു നിർത്തുമ്പോൾ അവർ മണിക്കൂറോളം നിൽക്കുമ്പോൾ അവർക്ക് മറ്റിടങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി ഈ